രാമായണ മാസത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന അതിഥി ആത്മ നാച്ചുറൽ വെൽനസ് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഡോക്ടർ അഭിജിത്ത് കർമ്മയാണ്. സ്വാഗതം ശ്രീ അഭിജിത്ത് കർമ്മ. നമ്മുടെ കർക്കടകം ഇന്ന് തുടങ്ങുകയാണ്. രാമായണ മാസാരംഭമാണ്. പക്ഷേ കർക്കിടകത്തെ എപ്പോഴും മലയാളികൾ കാണുന്നത് കള്ളക്കർക്കിടകമായും പഞ്ഞക്കർക്കിടകമായിട്ടുമൊക്കെയാണ്. അതുമാത്രമല്ല, ശരീരത്തിനും മനസ്സിനും വലിയ രീതിയിലുള്ള ആധിയും വ്യാധിയും ഒക്കെ ഈ മാസം നൽകും എന്നുള്ള ചില ചിന്തകളുണ്ടല്ലോ. അതിൽ നിന്ന് നമ്മളെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ കർക്കിടകത്തിൻ്റെ ഏത് കെടുതിയിൽ നിന്നും നമ്മളെ പ്രതിരോധിക്കാൻ നമ്മൾ എങ്ങനെയാണ് സജ്ജമാകേണ്ടത്? ഈ കാലാവസ്ഥ എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ അങ്ങേയറ്റം പ്രതികൂലമായി നമ്മളെ ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതുപോലെ പഞ്ഞക്കർക്കിടകത്തിൽ നിന്ന് നമ്മൾ രാമായണ മാസാചരണത്തിലേക്കൊക്കെ വന്നു. പണ്ട് മുതലേ ശരീരത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമായിട്ട് കർക്കിടകത്തെ കാണുന്നത് നമ്മുടെ ശരീരവും അന്തരീക്ഷവും വീക്കാവുന്ന ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ പറഞ്ഞതുപോലെ മഴക്കെടുതിയുടെ പ്രശ്നങ്ങൾ കൊണ്ട്, നമ്മുടെ അന്തരീക്ഷത്തിലെ ഈ പറഞ്ഞ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ആ സമയത്ത് നമ്മുടെ ശരീരവും കുറച്ച് വീക്കാവുകയും ഒരു വർഷത്തേക്ക് നമുക്ക് വേണ്ട രോഗപ്രതിരോധ ശേഷിയും നമ്മുടെ ആരോഗ്യവും വീണ്ടെടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്ത് കർക്കിടക ചികിത്സ നമ്മളൊരു 10 ദിവസം 15 ദിവസമൊക്കെ എടുക്കുമ്പോഴാണ് ഒരു വണ്ടിയൊക്കെ സർവീസ് ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുവാനും മുമ്പോട്ട് പോകുമ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് നമുക്ക് കൂടുതൽ ശക്തരായും കൂടുതൽ ആരോഗ്യമുള്ളവരായിരിക്കാനും സാധിക്കുന്നു. അതെ, അതോടൊപ്പം നമുക്ക് ഈ കർക്കിടക ചികിത്സ എന്നുള്ളതുണ്ടല്ലോ അഭിജിത്ത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കർക്കിടക ചികിത്സ നടത്തേണ്ടത്? അത് ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും ഒക്കെ ഉണ്ട്. എന്നാലും അത് കൃത്യമായി തന്നെ അങ്ങനെ ആ ചികിത്സകൾ നേടുന്നതിൽ, അല്ലെങ്കിൽ അത് പ്രായോഗിക തലത്തിൽ ആർജിക്കുന്നതിൽ നമുക്ക് വലിയ രീതിയിൽ ശരീരത്തിന് ഈ കർക്കിടകത്തെ പ്രതിരോധിക്കാനുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു രോഗ പ്രതിരോധ ശേഷി കൂട്ടുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഈ കർക്കിടക ചികിത്സ എന്നുള്ളത് ഇപ്പോൾ ആളുകൾ അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴാണോ കർക്കിടക ചികിത്സ എടുക്കുന്നത് കൃത്യമായി ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷനോടുകൂടി ഓരോരുത്തർക്കും കർക്കിടക ചികിത്സ എടുക്കാം എന്നുള്ളതാണ്. കർക്കിടക ചികിത്സയിൽ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അഭ്യംഗമായിക്കോട്ടെ, പഞ്ചകർമ്മത്തിലെ പല ട്രീറ്റ്മെൻറ്റുകളും കർക്കിടക ചികിത്സയിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം ഭക്ഷണ ക്രമീകരണം കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കർക്കിടക ചികിത്സയുള്ളിൽ വരുമ്പോൾ അഭ്യംഗം വരും, ശ്വേതനം വരും, ധാരകൾ വരും. ആ ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായൊരു ഡോക്ടറെ കൺസൾട്ടേഷനോടുകൂടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഓരോ വ്യക്തികൾക്കും വേണ്ട ട്രീറ്റ്മെൻറ്റ്, ഓരോരുത്തരുടെ ശരീരം എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ ശരീരത്തെ മനസ്സിലാക്കി ആ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിൽ എടുക്കുക എന്നുള്ളതാണ് കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനം. 7 ദിവസം, 14 ദിവസം, 21 ദിവസം തുടങ്ങി പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ, പല ദൈർഘ്യത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ എപ്പോഴും ഒരു 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുമ്പോഴാണ് ശരീരത്തിന് റിഫ്രഷ്മെൻറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് സത്യം. ഈ കർക്കിടകത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ആഹാര ക്രമീകരണങ്ങളുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. കർക്കിടക കഞ്ഞി, അതോടൊപ്പം തന്നെ ഇലക്കറികൾക്ക് പ്രാധാന്യം നൽകണം. ഇതൊക്കെ എന്തുകൊണ്ടാണ് അത്തരം ചില നിഷ്ഠകൾ കർക്കിടക മാസത്തിൽ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ നമ്മുടെ ബോഡി വീക്കാവുന്നു എന്ന് പറയുന്നതിനൊരു പ്രധാനപ്പെട്ട സൈഡ് എന്നുള്ളത് നമ്മളുടെ ശരീരത്തിന് കൂടുതൽ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ഭക്ഷണ ക്രമീകരണങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളതായി വരുന്നത്. നമ്മളുടെ ശരീരത്തിന് ഓവർ ലോഡ് കൊടുക്കാതെ നമ്മളുടെ ശരീരത്തിന് റെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെജിറ്റേറിയൻ ആവുക എന്നുള്ളത് അതൊരു ആചാരം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസം എന്നതിന് ഒപ്പം തന്നെ അതൊരു ശാസ്ത്രീയമായ ഒരു മെഡിക്കൽ സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൈജഷൻ കൂടുതൽ ഈസി ആക്കാൻ ഈ വെജിറ്റേറിയൻ ഭക്ഷണം നമ്മളെ സഹായിക്കും. അവിടെയാണ് ഈ പറഞ്ഞ ഇലക്കറികളായിക്കോട്ടെ, കർക്കിടക കഞ്ഞി ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മളുടെ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുന്നതോടുകൂടി നമ്മുടെ ഭക്ഷണ ക്രമീകരണം അതിലേക്ക് മാറുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ദഹനം കൂടുതൽ പ്രോപ്പറാവുകയും ദഹനം കൂടുതൽ ഈസി ആവുകയും നമ്മളുടെ ശരീരത്തിന് കൂടുതൽ എനർജി സേവ് ചെയ്യാൻ പറ്റുകയും ഈ സമയത്ത് നമ്മളുടെ ശരീരം വീക്കായിരിക്കുമ്പോൾ ഈ തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ നമ്മുടെ ആരോഗ്യം കൂടുതൽ ശക്തമാക്കാനും സാധിക്കും. അതോടൊപ്പം ഡോക്ടർ, നമുക്ക് അറിയാം ഇത്തരത്തിൽ ചില ആഹാര ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ രീതികൾ പാലിക്കുന്നതോടൊപ്പം തന്നെ
ശരീരത്തിന് നൽകുന്ന ചില ചികിത്സാ വിധികൾ കൂടിയുണ്ടല്ലോ. കർക്കിടക സമയത്ത് പലരും തിരുമുന്നതിന് അല്ലെങ്കിൽ കിഴിയിടുന്നതിന് ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിന് അത് അങ്ങേയറ്റം അനിവാര്യമായ കാര്യമായതുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിൽ ഈ കർക്കിടക മാസം അതിന് തിരഞ്ഞെടുക്കുന്നത്? അല്ലെങ്കിൽ ആ കർക്കിടക മാസം തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച്? 100%. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം കർക്കിടകമായതുകൊണ്ടാണ്. അത് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ, രണ്ടു സൈഡും ഒരുപോലെ വീക്കാവുന്ന സമയമാണ്. നമ്മുടെ ശരീരവും അന്തരീക്ഷവും ഒരുപോലെ വീക്കാവുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട സമയം കർക്കിടക മാസമാണ്. നമ്മളുടെ വാത പിത കഫ എന്നുള്ള ത്രിദോഷങ്ങളിൽ ഈ ത്രിദോഷങ്ങളുടെ അബ്നോർമാലിറ്റി ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്ന സമയം ഈ കർക്കിടക മാസമാണ്. ആ സമയത്താണ് നമ്മളീ പറഞ്ഞ നമ്മുടെ കർക്കിടക മാസത്തിലെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഈ പറഞ്ഞ ദോഷങ്ങളുടെ അബ്നോർമാലിറ്റി ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുകയും നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും നമുക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും, ഈ പറഞ്ഞ ധാരയായിക്കോട്ടെ, പഞ്ചകർമ്മത്തിലെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളായിക്കോട്ടെ, അഭ്യംഗമായിക്കോട്ടെ, ധൂമപാനമായിക്കോട്ടെ, ഈ പറഞ്ഞ കർക്കിടക കഞ്ഞി ആയിക്കോട്ടെ, ഭക്ഷണ ക്രമീകരണമായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് തരുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. കാരണം ചുറ്റുമുള്ള നമ്മളുടെ സമൂഹത്തിലോ നമ്മളുടെ അന്തരീക്ഷത്തിലോ നമ്മളുടെ കൂടുതൽ മഴയാണ്, കൂടുതൽ വീക്കാണ്, കൂടുതൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ശരീരത്തിന് അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കാരണങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ഒരു വർഷത്തിൽ ഈ ഒരു മാസം നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറയുന്നത്. ആ ഒരു മാസത്തെ നമ്മളുടെ ഈ പറയുന്ന ശരീരത്തോടുള്ള നമ്മളുടെ ഒരു സ്നേഹവും ശരീരത്തോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനവും ഒക്കെയാണ് കർക്കിടക ചികിത്സയിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്ക് പിന്നെ ഒരു വർഷത്തേക്ക്, പിന്നെയുള്ള 11 മാസത്തേക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ള എനർജിയുമാണ് ഈ കർക്കിടക മാസ ചികിത്സയിലൂടെ അവർക്ക് ലഭിക്കുന്നത്. ഡോക്ടർ, അതോടൊപ്പം നമുക്കറിയാം ഇന്നത്തെ യുവസമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. യാതൊരു കൃത്യനിഷ്ഠയും ഇല്ലാത്ത ചില ജീവിത ശൈലികളൊക്കെ അവർ ഇങ്ങനെ ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. നമുക്ക് ഒരുപക്ഷെ ഈ യുവത്വത്തോട് പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ആധുനിക കാലത്ത് അവർക്ക് കൂടി പ്രാപ്യമാകുന്ന അല്ലെങ്കിൽ അവർ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് നമുക്ക് ഈ മാസത്തെ എങ്ങനെ ആചരിക്കാമെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും ഒരു 30-40 കൊല്ലം മുമ്പ് നമ്മളുടെ ലോകം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഭക്ഷണമില്ല അല്ലെങ്കിൽ ദാരിദ്ര്യമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു 40 കൊല്ലം കഴിഞ്ഞ് 2025 നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നമ്മൾ കൂടുതലായി ഭക്ഷണം കഴിച്ച് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. അതായത് ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ യുവത്വം മാറി നിൽക്കുന്നില്ല ജീവിതശൈലി രോഗങ്ങളുള്ളതാണ്. ഇപ്പോൾ സ്ത്രീകൾ ഒരു 15 വയസ്സ് മുതൽ എല്ലാവരും അവർക്ക് PCOD ഇഷ്യൂസ് ഉണ്ടാവുന്നു. പുരുഷന്മാർക്ക് ഡയബറ്റിക്കും ഫാറ്റി ലിവറും 20 വയസ്സ് മുതൽ ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇപ്പോൾ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രായഭേദമില്ലാതെ ആചരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് കർക്കിടക മാസം അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്നുള്ളത്. യുവാക്കൾ ഇപ്പോൾ ഇതിനോട് വലിയ രീതിയിൽ താല്പര്യം പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവർ ആരോഗ്യത്തെപ്പറ്റി കുറച്ചുകൂടി കൺസേൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ പറഞ്ഞ ജീവിതശൈലി ലൈഫ് സ്റ്റൈൽ വളരെ മിഡ് നൈറ്റ് ഫുഡിങ്ങും അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ലൈഫിലൊക്കെ അവർ കുറേയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനെ അവർ ഓവർകം ചെയ്യേണ്ടത് അവരുടെ ജീവിതശൈലി മോഡിഫൈ ചെയ്താണ്. എന്തുകൊണ്ടത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് എത്ര നാൾ നിങ്ങൾ ക്വാളിറ്റിയോടുകൂടി ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറേ നാൾ ജീവിച്ചിരിക്കുന്നതിനപ്പുറം നമുക്ക് ആരോഗ്യത്തോടുകൂടി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി മോഡിഫിക്കേഷൻ എന്നുള്ളത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനുള്ള ഏറ്റവും പ്രാധാന്യപ്പെട്ടതാണ്. അതിന് ഏറ്റവും നല്ലൊരു തുടക്കമാകാൻ പറ്റിയ സമയമാണ് ഈ പറഞ്ഞ കർക്കിടക ചികിത്സ അല്ലെങ്കിൽ കർക്കിടക മാസം എന്നുള്ളത്. അതുകൊണ്ട് അത് പ്രായഭേദമന്യേ അതിലേക്ക് അവർ കടന്നു വരാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ.